ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള സ്റ്റോറി എന്നൊരു സിനിമയെ കുറിച്ചിട്ടാണ് കൂടുതൽ ചർച്ചാ വിഷയം. ഇടുക്കി രൂപത, അതായത് ഇടുക്കി രൂപത കുട്ടികൾക്ക് വേണ്ടി ആ സിനിമ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പ്രദർശിപ്പിച്ചു. അതെ. അത് പ്രണയച്ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് ആഹ്, രൂപത മേലധ്യക്ഷന്മാരൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ദൂരദർശനിൽ വന്ന് അത് വൻ പുകിലായി. അത് ആകെ ഇലക്ഷൻ സമയത്ത് അങ്ങനൊരു സിനിമ വന്നത് അതൊരു ഊരായി. അത് കഴിഞ്ഞ ശേഷം താമരശ്ശേരി രൂപത അത് കാണിക്കാൻ പോണെന്ന് പറഞ്ഞ് അത് ബഹളം. ഈ അച്ഛന്മാരൊക്കെ പറയണത് പിള്ളേർക്ക് വേണ്ടിയിട്ട്, പിള്ളേരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പിള്ളേരുടെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണിക്കുന്നു. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കാണിക്കുന്നു. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. കാണാൻ പറ്റിയ ഒരു സിനിമ എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കര വലിയ സംഭവമാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റിയ സിനിമയാണെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ സിനിമ എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ പിള്ളേരെ സിനിമ കാണിക്കുന്നു എന്ന്. ഇനി എന്താണ് ആ കേരള സ്റ്റോറിയിലെ ഏകദേശം ഞാൻ കേട്ടിടത്തോളം എനിക്ക് കാണേണ്ട തോന്നിയ കാര്യം മെയിൻ ഇതാണ്. ആ കേരള സ്റ്റോറിലെ മറ്റേ ട്രെയിലറിൽ 3 സ്ത്രീകൾ ഒരു ഒരു റൂമിൽ പരിചയപ്പെടുന്നതാണ്. അതിലൊരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയുമ്പോൾ ഉടനെ ഇത് പറയണ്, കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു മലപ്പുറം എന്നോങ്ങണ്ടാണ് പറയുന്നത്. അതായത് ആ ഒരു സമൂഹത്തെ മുസ്ലിം പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഞാൻ പറയാം സ്ഥലം എവിടെയാണ്, അത് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുന്ന രീതി, അതെന്തോ അവിടെയുള്ളവർ മാത്രമാണ് മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആ പടം. പിന്നെ അതിൻ്റെ അങ്ങനെയാണ് പറയപ്പെടുക ആ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം ആ പെണ്ണ്, അതായത് ആ മുസ്ലിം പെണ്ണ് ഇവിടെയുള്ള ഹിന്ദു സഹോദരികൾ അവരുടെ കൂടെയുള്ളവരെ അവരുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ആ സുഹൃത്തുക്കൾ ഇവരെ സ്നേഹച്ചതിയിൽ വീഴ്ത്തി മുസ്ലിം ഇതിലേക്ക് മാറ്റി അവരെ നേരെ IS കൊണ്ടുപോകുന്നു. അങ്ങനെ എങ്ങാണ്ടാണ് കഥ. അവിടുന്ന് അവര് രക്ഷപ്പെടുന്നു. അങ്ങനെ എങ്ങാണ്ടാണ് ആ കഥയുടെ ഇതെന്ന് തോന്നുന്നു. ഇതിലെന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിന്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ പിള്ളേർക്ക് പഠിക്കാനുള്ളത്? എത്ര ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് എത്ര പെൺകുട്ടികൾ സിറിയയിലും തീവ്രവാദി കേന്ദ്രത്തിലും പോയിട്ടുണ്ട്? പ്രണയിച്ചതിൽ വീഴാതിരിക്കാനുള്ള ഇതൊക്കെ പഠിപ്പിക്കാൻ ബോധവൽക്കരണമാണെങ്കിൽ പിന്നെ എന്തിനാണ് വൈദികർ മുതൽ, അതായത് ചെറുപ്പം മുതൽ വേദപാഠ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതിലും ഒന്നും മനസ്സിലാവാത്ത കാര്യങ്ങളാണോ ഈ സിനിമയിൽ കൂടി കാണിച്ചു കൊടുക്കുന്നത്? ഇതൊരു ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ലേ ഈ സമയത്ത് നടത്തിയത്? ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പ്രമുഖ വ്യക്തി 1 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. നസീർ ഹുസൈൻ കിഴക്കേടത്തുനിന്നാണ്. കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ മുന്നോട്ട് വെച്ച വെല്ലുവിളി. ഒന്നുകൂടി കേരളത്തിലെ ഇടുക്കി താമരശ്ശേരി രൂപതകൾക്ക് മുന്നിലും ക്രിസ്തീയ യുവ ജനവിഭാഗമായ KCYM-ന്റെയും മുന്നിലേക്കും വെക്കുന്നു. ഇത്തവണ സമ്മാനത്തുക 1 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമയിൽ പറയുന്ന പോലെ കേരളത്തിലെ മുസ്ലിം മതത്തിൽ ജനിച്ച് മുസ്ലിം വിശ്വാസികൾ ആയി ജീവിക്കുന്ന യുവാക്കൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിലെ അംഗങ്ങൾക്കാക്കിയ 10 സ്ത്രീകളുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഞാൻ 1 കോടി രൂപ ഓഫർ ചെയ്യുന്നു. ആ സിനിമയിൽ 32,000 സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, 32,000 സ്ത്രീകളുടെ വിവരമൊന്നും വേണ്ട, വെറും 10 പേരുടെ വിവരങ്ങൾ തന്നാൽ മതി. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ സിനിമ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന് ഇവർ കേരള സമൂഹത്തോട്, മതേതര സമൂഹത്തോട് മാപ്പ് പറയണം. ഇതാണ് പുള്ളിയുടെ വെല്ലുവിളി. ശരിക്കും പറഞ്ഞ പുള്ളി പറഞ്ഞതിന് കാര്യമില്ല.
എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികള് പോയിട്ടുണ്ട് സിറിയയിലെ തീവ്രവാദികളുടെ അടുത്തേക്ക്. ഇതുപോലെ അച്ഛന്മാർക്ക് രൂപതക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണ്. ചുമ്മാ ചെല്ലുക, ഒരു 8 10 പേരുടെ പേര് അഡ്രസ്സും കൊടുക്കുക. അല്ലെങ്കിൽ ഈ പടം കള്ളമാണെന്ന് നിങ്ങൾ കള്ളമാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കള്ള സ്റ്റോറിയുള്ള ഒരു സിനിമ അത് മലയാളികളെ മൊത്തം താറടിക്കും. ഞാൻ മുസ്ലിം സമൂഹത്തെ എന്ന് പറയുന്നില്ല, കാരണം മുസ്ലിം സമൂഹം മാത്രമല്ല, നമ്മുടെ സഹോദരന്മാരാണ് ആയിട്ടാണ് ഞാൻ എല്ലാവരും കാണുന്നത്. മലയാളി സമൂഹം മൊത്തം അത് നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ ഇത് പറഞ്ഞാലും ശരി, ഇങ്ങനെ ഒന്നോ രണ്ടോ കേസ് കെട്ടുകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പോലും ചില ഒട്ടുമിക്ക ആൾക്കാരും 99% ആൾക്കാരും, അതിപ്പോ എല്ലാ ജാതിയിലും ഉണ്ടട്ടെ, ഈ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ ജാതികളിലും മോശപ്പെട്ടവരുണ്ടാവും. അത് ഒന്നോ രണ്ടോ പേരുണ്ടാവുള്ളൂ. ബാക്കി 99% ആൾക്കാരും സ്നേഹമുള്ളവരാ. അവർ ജാതിയും മതവും ഒന്നും ഇതാക്കാതെ അവർക്ക് അവരുടെ ജാതിയും മതമൊക്കെ വിശ്വാസമൊക്കെ ഉള്ളിലുണ്ടാവും. എന്നും വെച്ച് മറ്റുള്ളവരെ കളിയാക്കോ, പ്രലോഭിപ്പിക്കുക, അങ്ങനെയുള്ള ഇതൊന്നും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജാതി മത കലവറി ഇതൊക്കെ കുറവ് കേരളത്തിൽ സംഭവിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ കുട്ടികളെ നിങ്ങൾ ഒരു സിനിമ കാണിക്കുന്നല്ലോ, പ്രണയച്ചതിയിൽ വീണു കിടക്കുന്നു. അതായത് അത് മുസ്ലിം സമൂഹത്തിനെ കുറിച്ചാണ്. അത് ശരിക്കും ആ മുസ്ലിം സമൂഹത്തിനോടുള്ള എതിർപ്പ്, ഇല്ലെങ്കിൽ വർഗീയത കാണിച്ചിട്ടാണ് ആ സിനിമ എടുത്തേക്കുന്നത്. ഏതൊരാൾക്കും മനസ്സിലാവും. ഈ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ സൈനുദ്ദീൻ, ബഷീർ, പിന്നെ നമ്മുടെ സുനിൽ, രതീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്ന സ്കൂളുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും, അല്ലെങ്കിൽ സുഹൃത്തുക്കള് ആനി, ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സ്കൂളിൽ പഠിക്കണം. അവരൊരുമിച്ചായിരിക്കും കളിച്ച് പഠിച്ചൊക്കെ വളരുന്നത്. അവരുടെ ഇടയിൽ ഈ സിനിമ ഈ പ്രദർശനം കൊണ്ടിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചെറിയ മനസ്സുകളിൽ നിങ്ങൾ വിഷവിത്തുക്കളല്ലേ നിങ്ങൾ ഇത് പാകിയിടുന്നത്. അവര് ഈ സിനിമ കണ്ടതിന് ശേഷം ഈ മുസ്ലിം മുസ്ലിം സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇവരുടെ മനോഭാവം എന്തായിരിക്കും? നമ്മളെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോയാലോ എന്നുള്ള ഒരു ചിന്ത ഈ സിനിമ കൊണ്ടിട്ട് അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ ഒരു വർഗീയത നിങ്ങളെ മനസ്സിലേക്ക്, പിഞ്ചു മനസ്സിലേക്ക് നിങ്ങൾ ഇതാക്കിയിടുന്നതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വൈദികരല്ലേ നിങ്ങൾ? നിങ്ങൾക്കൊരു ബോധമില്ലേ? ഒരു വ്യാജ സിനിമയെ കുറിച്ച്, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഈ 8 10 പേരുടെ പേര് പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് ഈ സിനിമ ഇത് ശരിയാണ്, ഇവരിങ്ങനെ പോണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചതൊക്കെ വളരെ മോശം പ്രവൃത്തിയല്ലേ? ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ അത് ജനങ്ങളുടെ മുതിർന്ന ആളുകളുടെ ഇടയിലല്ല, ചെറിയ പിള്ളേരുടെ മനസ്സിൽ പോലും ഭിന്നത വളർത്താൻ ഈ സിനിമക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മുടെ ബൈബിളിലൊരു വാചകമുണ്ട്, നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ബൈബിളിൽ ഒരു നമ്മുടെ യേശു ക്രിസ്തുവിന് ഇത്രയും കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് മരിച്ചിട്ടുണ്ട്, 3-ാം നാൾ ഉയർത്തു. അദ്ദേഹത്തോട് ക്രൂരത ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു പ്രാവശ്യം ചാട്ടവാറെടുത്ത് അടിച്ചിട്ടുണ്ട് കുറെ പേരെ. എവിടെയായിരുന്നു? കേന്ദ്രമാക്കി മാറ്റിയ ആളുകൾക്കെതിരെയാണ് അദ്ദേഹം ചാട്ടവാറെടുത്തത്. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഏകദേശം അതുപോലെ തന്നെയാണ്. ചെറിയ പിള്ളേരുടെ മനസ്സിലേക്ക് വിഷവിത്തുക്കൾ നിങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇത് കണ്ട് സന്തോഷിക്കുന്ന ചില പ്രവർത്തകന്മാരുണ്ട്, അത് ഭയങ്കര പൊക്കിപ്പിടിച്ച് ഞങ്ങളുടെ ആ സിനിമ ആ രൂപത ഇതാക്കണ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ കാണും, ഇതൊക്കെ പറയും, പള്ളിയിലച്ചന്മാരും എല്ലാം പറയും, പാപം ചെയ്യരുതെന്ന് പറയും. ഏറ്റവും കൂടുതൽ പാപം ചെയ്യണ ക്രിസ്ത്യാനികളാ, അറിയാവോ? പള്ളിയിലച്ചൻ പറയും, നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആദ്യം അതേ ചെയ്യത്തുള്ളൂ. മദ്യപാനം അരുത് എന്ന് പറയും.
ക്യൂവിൽ നിൽക്കണ 99% ക്രിസ്ത്യാനികളായിരിക്കും. ഒരു 99 ക്ഷമിക്കുക. ഒരു 50% 60% ക്രിസ്ത്യാനികളായിരിക്കും. മനസ്സിലായില്ലേ? അത് അവര് പള്ളിയിൽ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അച്ഛന്മാര് പറയണ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കും. അത് ഈ ചെവി കൂടെ എടുത്തിട്ട് ഈ ചെവി കൂടെ കളയും. അതാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഈ സിനിമ കണ്ട ഉടനെ നിങ്ങൾ ഇത്രക്കങ്ങ് സന്തോഷിച്ച് എല്ലാ വടിവാളും ഇതുമൊക്കെ എടുത്തിട്ട് ഇറങ്ങിത്തിരിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. അത് പള്ളിയച്ചന്മാർ പോലും പ്രതീക്ഷിക്കണില്ല. അവരവരുടെ ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞാൽ പോലും ഭക്തജനങ്ങളോട് പറഞ്ഞാൽ അവര് ഭക്തി അവിടെ പള്ളിയിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യനായിട്ട് ഇറങ്ങത്തുള്ളൂ എന്ന് അവർക്കറിയാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അധികം ഒന്നും സന്തോഷിക്കണ്ട. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അച്ഛന്മാര് പറയും എന്നാ ഇത് വീഴും, അതുകൊണ്ട് അങ്ങനെയാണ്, അങ്ങനെ ഈ സിനിമ ആണെന്നൊക്കെ പറയും. ചിലപ്പോ കാണുകയും ചെയ്യും. എന്നും വിചാരിച്ച അത് നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടുകൂടി എടുക്കണ്ട. കാരണം ഇവിടെ ഇപ്പൊ മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അടുത്ത് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിക്കൂലെന്ന് ഉറപ്പൊന്നുമില്ല. മണിക്കൂരൊക്കെ ആ വിഷയം ഇത് തന്നെയാണല്ലോ. പിന്നെ ഇപ്പൊ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ അടുത്ത നേരെ നിങ്ങൾ അമ്പും വില്ലും എടുത്തിറങ്ങാൻ പോണ ആൾക്കാര് ക്രിസ്ത്യൻ സമൂഹത്തോടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ജാതിയിലെ താഴ്ന്ന ജാതിക്കാരോട് നിങ്ങൾ ഇത് കാണിക്കണത്, അടിമകളായിട്ട് കാണിക്കാൻ പോണത്. ഇതൊക്കെ കുറച്ചൊക്കെ ബുദ്ധിയും ബോധമുള്ള ക്രിസ്ത്യാനികൾക്ക് അറിയാം. ഇത് അവര് തന്നെ വിചാരിക്കണ ഞാൻ ക്രിസ്ത്യൻ, എന്റെ സഹോദരൻ ഹിന്ദു, എന്റെ സഹോദരൻ വേറൊരു സഹോദരൻ മുസ്ലിം, അങ്ങനെയാണ്. എല്ലാവരും എന്റെ കൂട്ടുകാരാണ്, അവരെല്ലാവരും മനുഷ്യന്മാരാണ്. അതിനേക്കാളുപരി ജാതി മതം ഉപേക്ഷിച്ച് മനുഷ്യന്മാരാണ് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്ത്യാനികൾക്കും അല്ല മനുഷ്യന്മാർക്കറിയാം. ക്രിസ്ത്യാനികൾക്കെന്നല്ല പൊതുവെ മനുഷ്യന്മാർക്കറിയാം കേരളത്തിൽ. കേട്ടാ? അപ്പൊ ആ പരിപ്പ് അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചേക്ക് കേട്ടാ. നമുക്ക് പിന്നെ ഉപയോഗിക്കാം. അപ്പൊ നമസ്കാരം.